നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിനെ കുറിച്ചും അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നതിനെ കുറിച്ചും അതിന്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുമെല്ലാം ഡിസ്കസ് ചെയ്യുന്ന വേണ്ടിയിട്ടാണ്. ഞാൻ കോവിഷീൽഡ് എടുത്ത ഒരാളാണ്. അപ്പം എനിക്ക് അതിന്റെ സൈഡ് എഫക്റ്റും മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കുണ്ടായ അനുഭവങ്ങളും അത് വാക്സിൻ എടുത്ത സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് കോവിഷീൽഡ് എന്ന് ആദ്യമായിട്ട് നോക്കാം. ഇപ്പൊ കോവിഷീൽഡ് എന്ന് പറയുന്നത് SARS-CoV-2 എന്ന് പറയുന്ന വൈറസിന് എതിരായിട്ട്, അതായത് നമ്മുടെ COVID-19 പടർത്തുന്ന SARS-CoV-2 എന്ന് പറയുന്ന വൈറസിനെതിരായിട്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു വാക്സിനാണ് കോവിഷീൽഡ് എന്ന് പറയുന്നത്. ഇത് റിസർച്ച് വഴി ഡെവലപ്പ് ചെയ്തെടുത്തത് AstraZeneca എന്ന് പറയുന്ന ഒരു ബ്രിട്ടൻ കമ്പനിയാണ്. അത് ഇപ്പോൾ ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയാണ് അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്നത്. അതിന്റെ ലബോറട്ടറി, അതിന്റെ ക്രിയേഷൻ അവരാണ് ഏറ്റെടുത്ത് ചെയ്തിരുന്നത്. അപ്പൊ നമുക്കിത് ഗവൺമെന്റ് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു വാക്സിൻ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. എല്ലാവരിലോട്ടും എത്തിയിട്ടില്ല. അത് ആദ്യം ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അവരെ കഴിഞ്ഞു 50 ഏജ് എബവ് ഉള്ള ആളുകൾ അത് മുഴുവനായിട്ട് ഏകദേശം കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അത് തുടങ്ങുന്നു വിചാരിക്കാം ഉടനെ തന്നെ. അപ്പം അതിലോട്ട് നമ്മൾ കൂടുതൽ പോകുന്നില്ല. ഇപ്പം എന്താണ് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ്റെ വർക്കിംഗ്, നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഏതൊരു വാക്സിനും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏതാണോ പാത്തോജൻ, ഏതാണോ വൈറസ്, സപ്പോസ് ഒരു ഡിസീസ്, ഒരു വൈറൽ ഡിസീസ് നമുക്കുണ്ടെന്ന് വിചാരിക്കാം. ആ വൈറൽ ഡിസീസിന് കാരണമാകുന്ന വൈറസിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എക്സ്. അപ്പൊ ഈ വൈറൽ ഡിസീസിന് എടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് വാക്സിനായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എടുക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, ഏതാണോ വൈറസ് ആ വൈറസിനെ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് ഇൻജക്ട് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ വാക്സിൻ എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ബയോളജിക്കൽ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ലൈൻസിലെ ടേംസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ട്രൈ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഞാനത് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാം, വൈറസിന് തന്നെയാണോ നമ്മൾ കഴിക്കുന്നത്, അപ്പൊ നമുക്കത് രോഗങ്ങൾ ഉണ്ടാക്കില്ലേ, അപ്പൊ നമ്മൾ വീണ്ടും രോഗത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുകയില്ല എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും വരാം. പക്ഷേ ആ വൈറസ് അതേപോലെയല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിൽ ചില ജനിതക മാറ്റങ്ങളൊക്കെ വരുത്തി ആ വൈറസിന് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞ് റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ ജനിതക ഘടനയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വൈറസിനെ വാക്സിനായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് ഇൻജക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം വൈറസായിട്ട് തന്നെ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്ത്, കോഡ് യൂസ് ചെയ്തിട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യുകയും നമുക്ക് അസുഖങ്ങൾ പരത്തുകയും ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, വൈറസിനെ ജനിതക മാറ്റങ്ങൾ വരുത്തി അതിന്റെ ജനറ്റിക് സെൽസ് അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് ഇൻഫർമേഷൻ എല്ലാം നമ്മൾ അതിനെ പ്രത്യേക രീതിയിൽ ചേഞ്ച് ചെയ്ത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് ഒരു ഡെഡ് ആയിട്ടുള്ള വൈറസ് എന്ന് പറയാം നമുക്ക്, അല്ലെ, ഡെഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് ശരിക്കും നമ്മൾ നമ്മുടെ ബോഡിയിലോട്ട് ഇൻജക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കോവിഷീൽഡിന്റെ കാര്യത്തിലേക്ക് എടുക്കാം. അപ്പൊ കോവിഷീൽഡിൽ നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എക്സാക്ട് നമ്മൾ ആ വൈറസ് അല്ല നമ്മൾ എടുക്കുന്ന വൈറസ് ഇതാണ്. കോവിഷീൽഡ് നമ്മുടെ വാക്സിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത്. കോവിഷീൽഡ് വാക്സിൻ ഉണ്ടാക്കുന്ന സമയത്ത്, അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വൈറസ് എന്ന് പറയുന്നത് COVID-19 കാരണമാകുന്ന, എന്താണ് COVID-19 കാരണമാകുന്ന വൈറസിന്റെ പേര് SARS-CoV-2. എന്താണ് SARS-CoV-2 എന്ന് പറയുന്ന വൈറസ് ആണ് COVID-19 കാരണമാകുന്ന വൈറസ്. ആ വൈറസ് അല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത്.
ഓക്കെ, നോർമലി വാക്സിൻ ചെയ്യുന്നത് അതേ വൈറസ് എടുത്ത് നമ്മൾ അതിനെ ജനിതക മാറ്റങ്ങൾ വരുത്തി അതിനെ രോഗം, അതായത് അത് നമുക്ക് ഒരിക്കലും ഉപദ്രവകാരിയല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ അതിനെ ഇഞ്ചക്ട് ചെയ്യുന്നു. കോവിഷീൽഡിൽ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആ SARS-CoV-2 എന്ന് പറയുന്ന കൊറോണയ്ക്ക് കാരണമായിട്ടുള്ള വൈറസ് അല്ല എടുക്കുന്നത്, പകരം നമ്മൾ എടുക്കുന്ന വൈറസ് ആണ് അഡിനോ വൈറസ്. എന്താണ് അഡിനോ വൈറസ്? ഈ അഡിനോ വൈറസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സാധാരണ കോമൺ ഫ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലദോഷം പനിയൊക്കെ വരില്ലേ നമുക്ക്, അല്ലെങ്കിൽ മസിൽ പെയിനും ഈ എന്താ പറയാ ചെറിയൊരു മൂക്കൊലിപ്പലുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ തൊണ്ടവേദന ഉണ്ടെങ്കിൽ അങ്ങനെയായിട്ട് നമുക്ക് സാധാരണ ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ കോമൺ ഫ്ലൂ വരുത്തുന്ന കാരണമാകുന്ന വൈറസ് ആണ് അഡിനോ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡിനോ വൈറസിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ബേസ് ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അഡിനോ വൈറസിനെ നമ്മൾ ആദ്യമായിട്ട് എടുത്തു. അതിന് ജനറ്റിക് മെറ്റീരിയലൊക്കെ നമ്മൾ അതിനെ മാറ്റങ്ങൾ വരുത്തി, അതിനെ റിപ്ലിക്ക ഒന്നും ചെയ്യാത്ത രീതിയിൽ മാറ്റി, റിപ്ലിക്കേഷൻ ഒന്നും വരുത്താത്ത രീതിയിൽ മാറ്റി, നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ അതിനെ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ അതിനെ നഷ്ടപ്പെടുത്തി നമ്മൾ അതിനെ വെച്ചു. അപ്പോൾ ഒരു വൈറസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. അതിന് എന്തുണ്ടാവും? ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ഒരു പോർഷൻ ഉണ്ടാവും, അതിൻ്റെ സെൻട്രൽ പോർഷൻ. അതിന് ചുറ്റുമായിട്ട് എന്തുണ്ടാവും? അതിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? സ്പൈക്ക് പോലെ നിങ്ങൾ പടങ്ങളിലൊക്കെ കണ്ടില്ലേ, നമ്മൾ ഈ കൊറോണയൊക്കെ വന്ന ടൈമിൽ നമ്മൾ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്പൈക്സ് പോലെ എന്തുണ്ടാവും? കുറെ കൊമ്പുകൾ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, മുള്ളു പോലെ സ്ട്രക്ചർ. ഇത് ഒരു ടൈപ്പ് ഓഫ് വൈറസിന്റെ സ്ട്രക്ചറാണ്. പല തരത്തിലുള്ള സ്ട്രക്ചറുകൾ ഉണ്ട്. ഒരു ടൈപ്പ് ഓഫ് വൈറസ്, നമ്മുടെ കൊറോണ വൈറസിന്റെ സ്ട്രക്ചറാണ്. അപ്പൊ അഡിനോ വൈറസിന്റെയും സ്ട്രക്ചർ ഇത് തന്നെയാണ്, സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അഡിനോ വൈറസ് എടുത്ത് നമ്മൾ അതിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ നമ്മൾ ചേഞ്ചസ് വരുത്തി. എന്തിനു വേണ്ടി ചേഞ്ചസ് വരുത്തി? ഒരിക്കലും ആ അഡിനോ വൈറസ് ഉള്ളിൽ ചെന്ന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല. റിപ്ലിക്കേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? നമുക്ക് വീണ്ടും പനിയും ജലദോഷമൊക്കെ വരാനായിട്ട് തുടങ്ങും. വീണ്ടും നമ്മൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ വൈറസിനെടുത്ത് അബ്സോർബ് ചെയ്തതിന് ഇക്വലന്റ് ആവും. അതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ വൈറസിനെടുത്ത് അപ്പം തന്നെ അതിൽ ജനറ്റിക് മെറ്റീരിയലൊക്കെ മാറ്റങ്ങൾ വരുത്തി, അതിന്റെ റിപ്ലിക്കേഷൻ ആ ശേഷിയെല്ലാം നഷ്ടപ്പെടുത്തി, അതൊരിക്കലും ഒരു ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ മാറ്റി. ഇനി നമ്മൾ ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞു, ആ വൈറസിന്റെ നടുക്ക് സെന്ററിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതിന് ചുറ്റി അതിനെന്തുണ്ട്? കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ SARS-CoV-2 എന്ന് പറയുന്ന കൊറോണ വൈറസിന്റെ കോട്ടിംഗ് നമ്മൾ ഇതിലോട്ട് വെച്ച് പിടിപ്പിക്കും. ഓക്കെ, അപ്പൊ ഈ SARS-CoV-2 കോട്ടിംഗ് നമ്മൾ നമ്മുടെ അഡിനോ വൈറസിന്റെ കോട്ടിങ്ങിന്റെ സ്ഥലത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് അപ്പോൾ അതിനകത്തൊരു സ്പെസിഫിക് റിസപ്റ്റേഴ്സ്, ആ മുള്ളു പോലുള്ള സ്പൈക്സ് ജനറേറ്റ് ആവും. ഓക്കെ, അതൊരു പ്രോട്ടീനാണ്, ഇതൊരു പ്രോട്ടീൻ മോളിക്യൂളാണ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് എന്നാണ് അതിനെ പറയാം. ആ സ്പെസിഫിക് റിസപ്റ്റേഴ്സിനെയാണ് നമ്മുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യുക. അത് കണ്ടിട്ടാണ്, അതാണ് അതിന്റെ അഡ്രസ്. നമ്മുടെ ബോഡി നോക്കുന്ന അഡ്രസ് എന്ന് പറയുന്നത് ആ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ആണ്. അപ്പോ സെന്ററിലുള്ള പോർഷൻ, അതായത് അതിന്റെ ബേസ് എന്ന് പറയുന്ന ആരാണ്? അഡിനോ വൈറസ് ആണ്. കോട്ടിംഗ് എന്ന് പറയുന്ന ആരുടെയാണ്? SARS-CoV-2 വൈറസിന്റെയാണ്. സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ആരുടെയാണ്? SARS-CoV-2 പറയുന്ന നമ്മുടെ കൊറോണ വൈറസിന്റെയാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഈ വൈറസ് നമുക്ക് അപകടകാരിയാണോ? അല്ല. അതൊരിക്കലും റിപ്ലിക്കേറ്റ് ചെയ്യുമോ? ഇല്ല. അതൊരു ഹാംഫുൾ എഫക്ട് ഉണ്ടാക്കുമോ? ഇല്ല. അത് ഇനാക്ടിവേറ്റഡ് ഫോമിലുള്ള വൈറസ് ആണ്. ക്ലിയർ അല്ല കാര്യം? അപ്പൊ ഈ ഇനാക്ടിവേറ്റഡ് ഫോമിലുള്ള ഈ വൈറസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ വഴി, അതായത് IM, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ, അത് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് ബോഡിയിലേക്ക് ചെന്ന ഉടനെ നമ്മുടെ ശരീരം പുറമേ നിന്നൊരു ബോഡി വന്നു. ആ പുറമേ നിന്ന് വരുന്ന ബോഡിയെ നമ്മൾ എന്താ വിളിക്കുക? ആന്റിജൻ. വെളിയിൽ നിന്നും വരുന്ന പാത്തോജൻസിനെ എല്ലാം നമ്മൾ ചേർത്ത് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ആന്റിജൻ. അപ്പൊ നമ്മൾ ഇത് ഇഞ്ചക്ട് ചെയ്ത ഉടനെ നമ്മുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യണോ? ആരോ ഒരാള് പുറത്തു നിന്നും അകത്തോട്ട് വന്നിട്ടുണ്ട്. അവനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? അവന്റെ മുകളിലുള്ള സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള കൊമ്പുകൾ വെച്ച്, അല്ലെങ്കിൽ സ്പൈക്സ് വെച്ച്. അപ്പൊ ഈ സ്പൈക്സ് കണ്ട ഉടനെ നമ്മുടെ ശരീരത്തിന് മനസ്സിലായി, ഇത് എന്താണ്? SARS-CoV-2 വൈറസ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്തുണ്ട്? ഇൻബോൺ ആയിട്ട് ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്.
അതല്ലാതെ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇങ്ങനെയുള്ള അണുക്കൾ വരുന്ന സമയത്ത്, സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾ കാണുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വേറൊരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം കൂടി ഡെവലപ്പ് ചെയ്യുകയാണ്. അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം എന്നാണ് അതിന് പറയാം. എന്താ പറയാ? അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം വഴി നമ്മുടെ ശരീരം എന്ത് നിർമ്മിക്കാൻ ആരംഭിക്കും? ആന്റിബോഡി നിർമ്മിക്കാനായിട്ട് ആരംഭിക്കും. ഒരുപാട് ആന്റിബോഡീസ് നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? അതായത് ഈ വരുന്ന ആളെ കണ്ടു, ഈ വരുന്ന ആളുടെ അഡ്രസ് എവിടെ നോക്കി? സ്പൈക്സിൽ നോക്കി ഇയാളുടെ അഡ്രസ് മനസ്സിലാക്കി, ഇത് SARS-CoV-2 ആണെന്ന് നമ്മുടെ ശരീരത്തിന് മനസ്സിലായി. നമ്മുടെ ശരീരം അപ്പം തന്നെ എന്ത് ചെയ്യും? ആന്റിബോഡികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഈ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നിലനിൽക്കും. ക്ലിയർ അല്ലേ? എപ്പോഴും നിലനിൽക്കും. അപ്പൊ ഇത് കഴിഞ്ഞ് ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒറിജിനലി റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കുന്ന SARS-CoV-2 എന്ന് പറയുന്ന COVID-19 കാരണമാകുന്ന വൈറസ് നമ്മളിൽ എപ്പോഴെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം എന്താണ്? അതിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. നമ്മുടെ ശരീരം എന്ത് ചെയ്തു? ഓൾറെഡി അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. കാരണം എന്താ? മുൻപ് നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ വാക്സിൻ കാരണം നമ്മുടെ ശരീരത്തിൽ എന്ത് ഡെവലപ്പ് ആയിട്ടുണ്ട്? ആന്റിബോഡി ഡെവലപ്പ് ആയിട്ടുണ്ട്. ആ ആന്റിബോഡി ഉപയോഗിച്ച് നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമ്മൾ കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി ക്ലിയർ ആണ്. അപ്പൊ ഈ ആന്റിജൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് ഒരു ഗൺ പോലെയാണ്, ഒരു മെഷീൻ ഗൺ പോലെയാണ്. ഇനി നമ്മുടെ ബോഡിയിലോട്ട് പുറമേ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ, കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണെങ്കിൽ ഈ ആന്റിബോഡികൾ ഇറ്റ് ആക്ട് ലൈക്ക് എ ഗൺ, എല്ലാത്തിനും ഷൂട്ട് ചെയ്ത് അതിനെ ഇല്ലാതെ. അപ്പൊ ഇതാണ് ഒരു കോവിഷീൽഡ് വാക്സിൻ നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് കടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മാനറിൽ പറഞ്ഞതിന്റെ ടെക്നിക്കൽ ടേമുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേമുകളാണ് ഉള്ളത്. അപ്പൊ അത് നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ വളരെ ചുരുക്കി നമ്മളതിനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ വല്ലതുണ്ടോ? ഈ വാക്സിൻ കഴിച്ചു കഴിഞ്ഞാലുള്ള സൈഡ് എഫക്റ്റുകൾ വല്ലതുണ്ടോ? ഞാൻ ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്ത സമയത്ത് എനിക്കുണ്ടായിരുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാണ് ഞാനിത് എടുത്തത്. ഇപ്പോഴും എനിക്ക് അതിന്റെ വേദന മാറിയിട്ടില്ല. ഒരാഴ്ചയിൽ കൂടുതലായി ഞാൻ എടുത്തിട്ട് ഇപ്പോഴും അതിന്റെ വേദന മാറിയിട്ടില്ല. അപ്പൊ ആ ഭാഗത്ത് ചില ആളുകളിൽ, എല്ലാവരിലും വരണമെന്നില്ല, ചില ആളുകളിൽ പെയിൻ ഉണ്ടാവാം. നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന പോർഷനിൽ എന്തുണ്ടാവാം? പെയിൻ ഉണ്ടാവും. സ്വല്പം ഒരു നല്ലൊരു പെയിൻ തന്നെയാണ്. നമുക്ക് ചരിഞ്ഞു കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആ പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അത്തരത്തിലൊരു പെയിൻ നമുക്ക് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, എല്ലാവരിലും കണ്ടുവരുന്ന എന്ന് പറയാനില്ല, ചില ആളുകൾ കാണാറുണ്ട്, ചിലവരിൽ ഇതും കാണാറില്ല, പനി വരാറുണ്ട്. അപ്പൊ എനിക്ക് 2 ദിവസം നല്ല ഒന്നാന്തരം പനി, 103.2 ഫാരഡ് വരെ എത്തിയിട്ടുള്ള പനി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിറയലും ഒക്കെ ഉള്ള പനിയായിരുന്നു വന്നത്. പക്ഷെ അത് പാരസെറ്റമോൾ കഴിച്ച് നമുക്ക് അപ്പം തന്നെ ഒരു മണിക്കൂറിൽ അത് സെറ്റിലാവും. വീണ്ടും പനി വരും, വീണ്ടും പാരസെറ്റമോൾ കഴിക്കും, സെറ്റിലാവും. അങ്ങനെ ഒരു 4 തവണ എനിക്ക് പനി വന്നു. 2 ദിവസങ്ങളിലായിട്ട്, കാലത്തും വൈകിട്ടുമായിട്ട് എനിക്കങ്ങനെ 4 തവണ എനിക്ക് പനി വന്നു. അതോടുകൂടി അത് പോയി. പിന്നെ ടേസ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ടങ്ങൊക്കെ ടേസ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രുചി ഇല്ലാതിരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരു വെള്ളം വരിക, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ചെറിയൊരു തലവേദന എനിക്കുണ്ടായിരുന്നു. വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു ഹെഡേക്ക് എനിക്ക് ഉണ്ടായിരുന്നു ഈ ദിവസങ്ങൾ. ഈ 2 ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ജോയിന്റുകൾക്ക്, ഈ കാൽമുട്ട്, കൈമുട്ട് ജോയിന്റുകൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ്, നമ്മുടെ ഇടുപ്പിന്റെ എല്ല്, ഈ ഭാഗത്ത് എനിക്ക് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. ചെറിയൊരു പെയിൻ, നമുക്ക് സഹിക്കാവുന്ന പെയിൻ തന്നെയാണ്. പനി മാത്രം ഇച്ചിരി എനിക്ക് കൂടുതലായിട്ട് വന്നു. ഇതാണ് ഞാൻ ഫീൽ ചെയ്ത സൈഡ് എഫക്റ്റുകൾ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഈ കോവിഷീൽഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല, മീൻസ് ആരൊക്കെ ഈ കോവിഷീൽഡ് വാക്സിനിൽ നിന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് ഒഴിവാകണം. 1, പ്രഗ്നന്റ് വുമൺ ഇതെടുക്കരുതെന്നാണ് പറയുന്നത്. പ്രഗ്നന്റ് വുമൺ ഇതെടുക്കാൻ പാടില്ല. ലാക്ടേറ്റിംഗ് മദർ,
മുല കൊടുക്കുന്ന അമ്മമാർ ഇത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ബ്ലഡ് തിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാർട്ടിൽ നമുക്കല്ലെങ്കിലും ബ്ലോക്കൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ ഈ ബ്ലഡ് വളരെ തിന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് തിന്നറാണ്. അപ്പോൾ ബ്ലഡ് തിന്നർ ഉപയോഗിക്കുന്ന ആളുകൾ, മരുന്നെടുക്കുന്ന ആളുകൾ ഈ കോവിഷീൽഡ് വാക്സിൻ എടുക്കരുതെന്നും അഡ്വൈസ് ചെയ്യാറുണ്ട്. ബാക്കി എല്ലാവർക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ ആരോഗ്യവാന്മാരായിട്ടുള്ള എല്ലാവർക്കും ഈ കോവിഷീൽഡ് വാക്സിൻ എടുക്കാവുന്നതാണ്. ക്ലിയർ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ വാക്സിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ പ്രൈവറ്റിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 250 to 400 റുപ്പീസിനുള്ളിലായിട്ട് നമുക്കിത് കിട്ടും. ആദ്യത്തെ ഡോസ്, ഇത് 2 ഡോസുകളായിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. ആദ്യത്തെ ഡോസ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് 42 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത ഡോസ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് COVID-2 വാക്സിനെ പറ്റി. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ എഫിക്കസി. നമ്മളൊരു വാക്സിൻ നമ്മൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻ വരാം, വാക്സിൻ കഴിച്ച ആളുകളിലും വാക്സിൻ എടുത്ത ആളുകളിലും വാക്സിൻ എടുത്ത ആളുകളിലും കോവിഡ് വന്നതായിട്ടും അവർ മരണപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അതെന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ നോർമലി ഒരു വാക്സിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ റിസർച്ചിനും പരീക്ഷണങ്ങൾക്കൊക്കെ ഫലമായിട്ടാണ് ഒരു വാക്സിൻ പുറത്തു വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 95% എങ്കിലും എഫിഷ്യൻസി ഉള്ളൊരു വാക്സിനാണ് നമ്മൾ നോർമലി ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്ന വാക്സിൻ. നോർമലി ഇപ്പോൾ പോളിയോ വാക്സിനൊക്കെ അതുപോലുള്ള വാക്സിനാണ്. പക്ഷേ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ കാരണം, നമുക്കൊരിക്കലും എന്തിനു പറ്റിയിട്ടില്ല, 95% എഫിഷ്യൻസി ഒന്നും നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ എത്തിയിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് ജസ്റ്റ് 74% ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കോവിഷീൽഡ് വാക്സിന്റെ എഫിക്കസി എന്ന് പറയുന്നത്, അതിന്റെ കാര്യക്ഷമത അല്ലെങ്കിൽ അതിന്റെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ അതിന്റെ ഫലപ്രാപ്തിയുടെ ഒരു അളവെന്ന് പറയുന്നത് 74%. അപ്പൊ നമുക്ക് 95% നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. 74% ആണ് നമ്മുടെ കോവിഷീൽഡ് വാക്സിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആ ഒരു ബാക്കി വരുന്ന ആ ഒരു പെർസെൻറ്റേജ് ആണ് പലരിലും അത് വാക്സിൻ എടുത്തിട്ടും കോവിഡ് വരാനുള്ള കാരണം. എന്ന് വെച്ച് നമ്മൾ വാക്സിൻ എടുക്കാതിരിക്കുന്നല്ല എന്നുള്ള 74% നമുക്ക് അഷുറൻസ് ഉണ്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതെങ്കിലും നമ്മൾ എടുക്കാനും അത് നമ്മൾ ഉൾക്കൊള്ളാനും നമ്മളുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. എല്ലാവരും ആ വാക്സിൻ എടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആ ചെറിയൊരു പനി അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി നമ്മൾ ആലോചിച്ച് നമ്മൾ ആ വാക്സിനെ ഒഴിവാക്കാതിരിക്കുക. എല്ലാവരും എടുക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഡിസ്റ്റൻസ്, ഫേസ് മാസ്ക്, ഹാൻഡ് വാഷ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പാലിച്ച് നമുക്ക് ഈ കൊറോണ വൈറസിനെ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.